എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യൽ ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ മിഷ്യത്തിനെ കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മിഷ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് വാങ്ങിയ മിഷ്യനാണ്. ഒരു 10 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഈ മിഷ്യത്തിന്. ഞാൻ ആദ്യമായി തുന്നൽ പഠിച്ചതും ആദ്യം എൻ്റെ തൊഴിൽ പഠിച്ച് പുറത്തേക്ക് അടിച്ചു കൊടുത്തതൊക്കെ ഈ മിഷ്യത്തിന്മേലാണ് കേട്ടോ. അപ്പോൾ മിഷ്യൻ എന്താണെന്നും മിഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മിഷ്യൻ മെറിറ്റാണ് കേട്ടോ. ഒരുപാട് കമ്പനി മിഷ്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മെറിറ്റാണ്. നമ്മൾ ഫസ്റ്റായിട്ട് മിഷ്യൻ പഠിക്കുമ്പോൾ സൂചി അഴിച്ച് വെച്ചിട്ട് ഈ ചക്രം കറക്കിയിട്ട് പെഡലി അങ്ങനെ ചവിട്ടണം. അപ്പോൾ ഇതങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ അടിച്ചിട്ട് നമുക്ക് ചവിട്ടാൻ പഠിക്കണം ആദ്യം. കണ്ടില്ലേ, സൂചി മൂവ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ അടിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ആദ്യം സൂചി അഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ അടിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ ആദ്യം ചക്രം ഇങ്ങനെ കറക്കണം. ഇത് കറങ്ങുന്നതിനനുസരിച്ച് താഴത്തെ പെടലി നമ്മൾ ചവിട്ടി കൊടുക്കണം. ചിലവർക്കത് പെട്ടെന്ന് ചവിട്ടിയെടുക്കാൻ പറ്റില്ല. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. ഒരു കാല് കുറച്ച് മുന്നിലേക്കും മറ്റേ കാല് കുറച്ച് ബാക്കിലേക്കും ആക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തതായി പറയുന്നത് നമ്മൾ നൂല് ബോബിനിൽ ലോഡ് ചെയ്യുന്നതാണ്. നമ്മളതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നൂല് മിഷ്യത്തിലേക്ക് അടിക്കണമെങ്കിൽ നൂല് വേണം. ബോബിന്മേൽ നമ്മൾ ഇതിലാണ് കയറ്റുക. പിന്നെ ഇത് സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും നമ്മൾക്ക് ഇഷ്ടാനുസരിച്ച് നാം കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൽ നൂലിട്ടിട്ട് ആണ് ചെയ്യുക. പിന്നെ ഇത് നൂല് നടോ നമ്മൾ ചക്രം കറക്കാനനുസരിച്ചിട്ട് അവിടെ പൊന്തും താഴും ചെയ്യും. ഇത് സൂചി ഇടുന്ന ഭാഗം. പിന്നെ ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എല്ലാതും കൂടി ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. കണ്ടോ, ഇതാണ് സൂചി. ഈ സൂചി അഴിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ഇത് അഴിച്ചെടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സൂചി ഞാൻ അയിമിട്ടതാണ്. അപ്പോൾ ഈ സൂചി അഴിച്ച് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ആദ്യം ചവിട്ടി പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചവിട്ടി പഠിക്കുമ്പോൾ മിഷ്യൻ മുന്നിലേക്ക് പോകും, നമ്മൾ ബാക്കിലേക്ക് വരികയൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. അതങ്ങനെ കുറച്ച് ചവിട്ടുന്നതിനനുസരിച്ചിട്ട് ശരിയായിക്കോളും. പിന്നെ ഇനി നമ്മൾ ഇതിൽ അടിയിലാണ് നമ്മൾ കേസും ബോബിനും ഇടുക. ഞാൻ അടുത്ത വീഡിയോയിൽ കേസിനെയും ബോബിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിലെങ്ങനെയാണ് നൂല് ലോഡ് ചെയ്യുന്നതെന്നും ഇതിലെങ്ങനെയാണ് അത് ഇടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്തായി ഓയിൽ കൊടുക്കാനാണ് കേട്ടോ. നമ്മളെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനത്തിന് ഓയിൽ കൊടുക്കണം. എപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുന്ന മെഷീനാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2-3 തവണ നമ്മൾ കൊടുക്കണം. ഇതിൽ കാണുന്ന ഓരോ ഹോളും കണ്ടില്ലേ, അതിൽ കൂടെ 1-2 ഡ്രോപ്സ് ആയിട്ട് നമ്മളിങ്ങനെ ഓയിൽ കൊടുക്കണം. ഇങ്ങനെ ഇത് നമുക്ക് മെഷീൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ബട്ടൺ ഹൗസിൽ പോലുള്ള കടകളിൽ ഫാൻസികളിലോ കിട്ടും. ഇത് വാങ്ങിയിട്ട് നമ്മൾ ഓയിൽ കൊടുക്കുക. അങ്ങനെ ഓയിൽ കൊടുത്താലാണ് നമുക്ക് സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ വലിയൊരു മെഷീനുണ്ട്. ഞാൻ അതിലാണ് ഇപ്പോൾ പുറത്തേക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഈ മെഷീൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് ഈ മെഷീൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരികയല്ലേ. അതിൻ്റെ കൂടെ ഇവിടെ എല്ലായിടത്തും കൂടി ഓരോ ഓയിലും കൊടുക്കുക. നമ്മൾ ഇതിലൂടെ കൊടുക്കുന്ന ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ കാണുന്ന വെട്ടത്തിലുള്ളതുണ്ടല്ലേ, അത് നമുക്ക് അഴിച്ചിട്ട് അതിലേക്ക് നോക്കിയാൽ അറിയാം. അതിലേക്കും ഓയിൽ കൊടുക്കാം. നന്നായി ഓയിൽ കൊടുക്കണം. എന്നാലേ അതിന് മെഷീൻ സ്മൂത്തായിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റാവും. അപ്പോൾ നമുക്ക് ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ ചവിട്ടാൻ പഠിഞ്ഞാലല്ലേ നമുക്ക് തുണിയിട്ട് അതിൽ കൂടെ അടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിൽ കൂടെ നമ്മൾ ഓയിൽ കൊടുക്കുന്നത് ഇതിൽ കൂടെ നമുക്ക് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഞാൻ അവിടെ ഓയിൽ കൊടുക്കുന്നുണ്ട്. അത് ഇവിടേക്കാണ് വന്നെത്തുന്നത്. ഓരോ ജോയിൻ്റ് ഭാഗത്തുമാണ് നമ്മൾ ഓയിൽ കൊടുക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ ഭാഗത്ത് ഇത് സാധാ മെഷീനായിട്ട് നമ്മൾ ചവിട്ടല് ചെയ്യുന്നത്. നമ്മൾ മോട്ടറൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ താഴെയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ജോയിൻ്റ് വരുന്ന എല്ലാ ഭാഗത്തും പെടലി വരുന്നതിൻ്റെ 2 സൈഡിലും ഓയിൽ കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് മേലത്തെ ചക്രത്തിലേക്ക് വരുന്ന ജോയിൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കണം. എന്നാലാണ് മെഷീൻ സ്മൂത്തായിട്ട് ഓടുള്ളൂ. കേട്ടോ, എല്ലായിടത്തും കൃത്യമായിട്ട് ഓയിൽ കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ വലിയ മെഷീൻ ആയതുകൊണ്ട് ഞാൻ ഈ മെഷീൻ ഇപ്പോൾ മറ്റേ മെഷീനാണ് ഞാൻ അധികം വർക്ക് ചെയ്യാൻ എടുക്കാറ്. അപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ഓയിൽ കൊടുക്കണം. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉൾവായി മെഷീൻ നമ്മൾ തല പൊന്തിച്ച് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറേ ജോയിൻറ്റുകൾ വരുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ ഓയിൽ കൊടുക്കണം.
എവിടെയാണോ ജോയിൻ്റായി കിടക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഓയിൽ കൊടുത്താലാണ് ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഇനി ഇതിനെല്ലാം അടുത്ത വീഡിയോയിൽ നൂല് ലോഡ് ചെയ്യുന്നതും അതെങ്ങനെ വിഷയത്തിലേക്ക് കണക്റ്റ് ചെയ്ത് മേലെ ഭാഗത്ത് വരുന്നു, അത് നമ്മൾ തുണിയിൽ എങ്ങനെ അടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും. ഫസ്റ്റായിട്ട് ഇങ്ങനെ ചവിട്ടി പടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് കറക്റ്റായിട്ട് നൂലും സൂചി ഇടാൻ അറിയണം അല്ലേ. സൂചി ഇതിൽ കൂടെ നൂലിട്ടിട്ട് ഇതെങ്ങനെ മൂവ് ചെയ്യിക്കാൻ എന്ന് നമുക്കറിഞ്ഞാലല്ലേ അടുത്ത കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുന്നു പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.